ദൈവനാമത്തിന് മഹത്വം. സിയോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് യിരെമ്യാവിൻ്റെ പ്രവചനത്തെ ആസ്പദമാക്കി തയ്യാറാക്കിയിട്ടുള്ള ചില ചോദ്യങ്ങളാണ്. ഉത്തരങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ദൈവവചന പഠനത്തിന് വേണ്ടിയാണ് ഇപ്രകാരം ഒരു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ഉത്തരങ്ങൾ അടങ്ങിയ വീഡിയോ നാളെ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ഉത്സാഹത്തോടെ പങ്കെടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്, സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത്. ആദ്യത്തെ ചോദ്യം, യഹോവയുടെ കണ്ണ് എന്തിനെയാണ് നോക്കുന്നത്? അടുത്ത ചോദ്യം, ആരൊക്കെയാണ് യഹോവയോട് മഹാദ്രോഹം ചെയ്തിരിക്കുന്നത്? അടുത്ത ചോദ്യം, കാറ്റായിത്തീരുന്നത് ആരാണ്? അടുത്ത ചോദ്യം, ആരെപ്പോലെയാണ് ദുഷ്ടന്മാർ പതിയിരിക്കുന്നത്? അടുത്ത ചോദ്യം, എവിടെ കയറിയാണ് വിലാപം കഴിക്കേണ്ടത്? അടുത്ത ചോദ്യം, ജനത്തിൻ്റെ മുൻപിൽ ഇടർച്ച വയ്ക്കുമ്പോൾ ഒരുപോലെ തട്ടി വീഴുന്നത് ആരൊക്കെയാണ്? അടുത്ത ചോദ്യം, ആരാണ് ലജ്ജിച്ച് ഭ്രമിച്ച് പിടിപ്പെട്ട് പോകുന്നത്? അടുത്ത ചോദ്യം, മന്ത്രം ഫലിക്കാത്ത ജീവി ഏതാണ്? അടുത്ത ചോദ്യം, എന്തിൻ്റെ ഒച്ച കേൾക്കുന്നില്ല? അടുത്ത ചോദ്യം, എന്താണ് താന്താൻ്റെ കൂട്ടുകാരത്തിയെ അഭ്യസിപ്പിക്കേണ്ടത്? അടുത്ത ചോദ്യം, ഹൃദയത്തിൽ അഗ്രചർമ്മികൾ ആരാണ്? അടുത്ത ചോദ്യം, ആശാരി വാച്ചി കൊണ്ട് ചെയ്ത പണി എന്താണ്? അടുത്ത ചോദ്യം, യഹോവ എങ്ങനെയാണ് ആകാശത്തെ വിരിച്ചത്? അടുത്ത ചോദ്യം, നാദം കേൾപ്പിക്കുന്ന മൃഗം ഏതാണ്? അടുത്ത ചോദ്യം, യഹോവ ആരുടെ മഹാഗർവമാണ് കെടുത്തു കളയുന്നത്? അടുത്ത ചോദ്യം, ഒരു രാത്രി മാത്രം താമസിക്കാൻ വേണ്ടി കൂടാരമടിക്കുന്നത് ആരാണ്? അടുത്ത ചോദ്യം, ദുഷ്ടന്മാരുടെയും ദ്രോഹം പ്രവർത്തിക്കുന്നവരുടെയും അന്തരംഗത്തിൽ യഹോവ എങ്ങനെയാണ് ഇരിക്കുന്നത്? അടുത്ത ചോദ്യം, മൃഗങ്ങളും പക്ഷികളും നശിച്ചു പോകുന്നത് എന്തു നിമിത്തമാണ്? അടുത്ത ചോദ്യം, വാൾ, ക്ഷാമം ഇവ കൊണ്ട് മുടിഞ്ഞു പോകുന്നത് ആരാണ്? അടുത്ത ചോദ്യം, ആരാണ് കഠിനമായി തകർന്നും വ്യസനകരമായി മുറിവേറ്റും ഇരിക്കുന്നത്? അടുത്ത ചോദ്യം, ആമേൻ, യഹോവ അങ്ങനെ ചെയ്യുമാറാകട്ടെ. യഹോവയുടെ ആലയം വക ഉപകരണങ്ങളെയും സകല ബദ്ധന്മാരെയും അവൻ ബാബേലിൽ നിന്ന് ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തുമെന്ന് നീ പ്രവചിച്ച വാക്കുകളെ യഹോവ നിവർത്തിക്കുമാറാകട്ടെ. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? അടുത്ത ചോദ്യം, യഹൂദ പട്ടണങ്ങളിൽ വെച്ച് ഉറപ്പുള്ള പട്ടണങ്ങൾ ഏതൊക്കെയാണ്? അടുത്ത ചോദ്യം, യഹോവ ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദ ഗ്രഹത്തോടും അരുളി ചെയ്ത എന്ത് നിവർത്തിക്കുന്ന കാലം വരും?
അടുത്ത ചോദ്യം, ശല്ലൂമിൻ്റെ മകൻ ആരാണ്? അടുത്ത ചോദ്യം, യഹോവ പ്രവൃത്തിയിൽ ആരാണ്? അടുത്ത ചോദ്യം, യഹോവ മേച്ചിൽപ്പുറത്തെ പാഴാക്കി കളയുന്നത് കൊണ്ട് ആരാണ് മുറയിടുന്നത്? അടുത്ത ചോദ്യം, എങ്ങനെ അന്വേഷിക്കുമ്പോഴാണ് യഹോവയെ കണ്ടെത്തുന്നത്? അടുത്ത ചോദ്യം, കോലായാവിൻ്റെ മകൻ ആരാണ്? അടുത്ത ചോദ്യം, യഹോവയുടെ ആലയത്തിൽ എങ്ങനെ പ്രവചിക്കുന്ന മനുഷ്യനെയാണ് ആമത്തിലും വിലങ്ങിലും ഇടേണ്ടത്? അടുത്ത ചോദ്യം, ആരാണ് മടങ്ങി വന്ന് സ്വസ്ഥമായും സ്വൈര്യമായും ഇരിക്കുന്നത്? അടുത്ത ചോദ്യം, നൃത്തം ചെയ്യുന്നവരുടെ നിരയിൽ പുറപ്പെടുന്നത് ആരാണ്? അടുത്ത ചോദ്യം, ആരാണ് കൃഷി ചെയ്ത് ഫലം അനുഭവിക്കുന്നത്? അടുത്ത ചോദ്യം, എന്തൊക്കെയാണ് യഹോവയുടെ നന്മകൾ? 5 കാര്യങ്ങളുണ്ട്. അവ ഏതെല്ലാം? അടുത്ത ചോദ്യം, യഹോവ ദേശത്ത് സൃഷ്ടിക്കുന്നത് എന്താണ്? അടുത്ത ചോദ്യം, എത്രാമത്തെ മാസത്തിലാണ് ഹനന്യ പ്രവാചകൻ മരിച്ചത്? അടുത്ത ചോദ്യം, യഹോവ ആരുടെ പ്രാണനെയാണ് പുഷ്ടി കൊണ്ട് തണുപ്പിക്കുന്നത്? അടുത്ത ചോദ്യം, എന്തിൻ്റെ മുഴക്കമാണ് കേട്ടിരിക്കുന്നത്? അടുത്ത ചോദ്യം, എന്താണ് യഹോവയുടെ മനസ്സിലെ നിർണയങ്ങളെ നടത്തി നിവർത്തിക്കുവോളം മടങ്ങുകയില്ലാത്തത്? അടുത്ത ചോദ്യം, ആരെക്കുറിച്ചാണ് നീ സമാധാനത്തോടെ മരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്? അടുത്ത ചോദ്യം, ഇസ്രയേൽ ഗ്രഹത്തിൻ്റെ സിംഹാസനത്തിലിരിപ്പാൻ ആർക്കാണ് ഒരു പുരുഷൻ ഇല്ലാതെ വരികയില്ല എന്ന് യഹോവ പറഞ്ഞത്? അടുത്ത ചോദ്യം, ആരോടൊക്കെയാണ് അന്യായം, ബലാത്കാരം എന്നിവ ചെയ്യരുത് എന്ന് പറഞ്ഞത്? അടുത്ത ചോദ്യം, ജന്മദേശം ഇനി കാണാത്തവൻ ആരാണ്? അടുത്ത ചോദ്യം, ബലിപീഠത്തിൻ്റെ കൊമ്പുകളിൽ കൊത്തിയിരിക്കുന്നത് ആരുടെ പാപമാണ്? അടുത്ത ചോദ്യം, യഹോവ ആരുടെ നേരെയാണ് നട്ടുച്ചയ്ക്ക് ഒരു വിനാശകനെ വരുത്തുന്നത്? അടുത്ത ചോദ്യം, ആരാണ് അതിഭയങ്കരമായുള്ളത് ചെയ്തത്? അടുത്ത ചോദ്യം, യഹോവ യിരെമ്യാവിന് 2 കൊട്ട അത്തിപ്പഴം എവിടെ വെച്ചിരിക്കുന്നതാണ് കാണിച്ചത്? അടുത്ത ചോദ്യം, അവ വർദ്ധിച്ച് പെരുകും ഏവ? അടുത്ത ചോദ്യം, എന്തു നിമിത്തമാണ് ദേശം ദുഃഖിക്കുന്നത്? അടുത്ത ചോദ്യം, യഹോവയുടെ ആലയത്തിൽ ആരുടെ ദുഷ്ടതയാണ് കണ്ടിരിക്കുന്നത്? അടുത്ത ചോദ്യം,
ഇവിടുത്തെ പ്രവാചകന്മാരാണ് ബാലിന്റെ നാമത്തിൽ പ്രവചിച്ചത്? അടുത്ത ചോദ്യം, ആരാണ് ഗോമോറ പോലെ ഇരിക്കുന്നത്? അടുത്ത ചോദ്യം, ആരാണ് ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് യഹോവയുടെ അടുക്കൽ വന്നത്? അടുത്ത ചോദ്യം, യഹോവയുടെ ആലയത്തിലെ പ്രധാന വിചാരകൻ ആരാണ്? അടുത്ത ചോദ്യം, ആവലാതി പറഞ്ഞ 2 കാര്യങ്ങൾ ഏതൊക്കെയാണ്? അടുത്ത ചോദ്യം, യഹോവ ആരുടെ പ്രാണനെയാണ് ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് വിടുവിച്ചത്? അടുത്ത ചോദ്യം, യഹോവ തൻ്റെ വചനങ്ങൾ എവിടെ വെച്ചാണ് യിരെമ്യാവിനെ കേൾപ്പിക്കുമെന്ന് പറഞ്ഞത്? അടുത്ത ചോദ്യം, ഹർഷീത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? അടുത്ത ചോദ്യം, ആരുടെ പക്ഷം ചേരുന്നവനാണ് ജീവനോടെ ഇരിക്കുന്നത്? അടുത്ത ചോദ്യം, കവർച്ചയായി ഭവിച്ചവനെ ആരുടെ കയ്യിൽ നിന്നാണ് വിടുവിക്കേണ്ടത്? അടുത്ത ചോദ്യം, ന്യായമായിട്ടല്ലാതെ ധനം സമ്പാദിക്കുന്നവൻ ഒടുവിൽ എന്തായിരിക്കും? അടുത്ത ചോദ്യം, മിനുക്കേണ്ടതെന്ത്, ധരിക്കേണ്ടത് എന്തൊക്കെ? 3 ആൻസർ ഉണ്ട്, ഏതൊക്കെയാണ്? അടുത്ത ചോദ്യം, നിവാസികളില്ലാതെ ശൂന്യമായി വെന്തു പോകുന്ന ദേശം ഏതാണ്? അടുത്ത ചോദ്യം, തൻ്റെ ഛർദിയിൽ കിടന്നുരുളുന്നത് ആരാണ്? അടുത്ത ചോദ്യം, യഹോവയുടെ ആലയത്തിലെ താമ്രസ്തംഭങ്ങളും പീഠങ്ങളും യഹോവയുടെ ആലയത്തിലെ താമ്രം കൊണ്ടുള്ള കടലും ഉടച്ചു കളഞ്ഞത് ആരാണ്? അടുത്ത ചോദ്യം, യഹോവ ആർക്കാണ് 4 പുറത്തു നിന്നും ആപത്ത് വരുത്തുന്നത്? അടുത്ത ചോദ്യം, എൻ്റെ രക്തം കൽദയ നിവാസികളുടെ മേൽ വരട്ടെ എന്ന് പറയുന്നത് ആരാണ്? അടുത്ത ചോദ്യം, ഭൂമി നടുങ്ങിയ ഘോഷം എന്താണ്? അടുത്ത ചോദ്യം, യഹോവ തൻ്റെ ജ്ഞാനത്താൽ സ്ഥാപിച്ചത് എന്തിനെയാണ്? അടുത്ത ചോദ്യം, ആരാണ് സ്ത്രീകളെ പോലെ ആയിരിക്കുന്നത്? അടുത്ത ചോദ്യം, വടക്കേ ദേശത്ത് നിന്ന് വരുന്ന മഹാജാതികളുടെ അമ്പുകൾ ആരുടെ അമ്പുകളെ പോലെയാണ് ഇരിക്കുന്നത്? അടുത്ത ചോദ്യം, ആരുടെ മേലാണ് ഭോഷന്മാരാകത്തക്കവണ്ണം വാൾ വരുന്നത്? അടുത്ത ചോദ്യം, യഹോവ തൻ്റെ ക്രോധത്തിൻ്റെ ആയുധങ്ങളെ എവിടെ നിന്നാണ് എടുത്തുകൊണ്ടുവന്നത്? അടുത്ത ചോദ്യം, എവിടെ ശേഷിപ്പുള്ള ഫിലിസ്ത്യരെയാണ് യഹോവ നശിപ്പിക്കുന്നത്? അടുത്ത ചോദ്യം, വേദനയോട് കൂട്ടിയിരിക്കുന്നത് എന്താണ്? അടുത്ത ചോദ്യം, ആർക്കാണ് കഷണ്ടി വന്നിരിക്കുന്നത്? അടുത്ത ചോദ്യം,
ആരാണ് തൻ്റെ പുരോഹിതന്മാരോടും പ്രഭുക്കന്മാരോടും കൂടെ പ്രവാസത്തിലേക്ക് പോകുന്നത്? അടുത്ത ചോദ്യം, യഹോവയുടെ പ്രവൃത്തി എങ്ങനെ ചെയ്യുന്നവനാണ് ശപിക്കപ്പെട്ടവൻ? അടുത്ത ചോദ്യം, യഹോവയുടെ ക്രോധവും കോപവും എവിടൊക്കെയാണ്? അടുത്ത ചോദ്യം, മിസ്രയീം ദേശത്ത് കേൾപ്പാനില്ലാത്തത് എന്താണ്? അടുത്ത ചോദ്യം, മിസ്രയീമിൽ പോകരുതെന്ന് യഹോവ ആരോടാണ് കൽപ്പിച്ചത്? അടുത്ത ചോദ്യം, എത്രാമത്തെ തീയതിയാണ് നഗരത്തിൻ്റെ മതിൽ ഒരിടം ഇടിച്ച് തുറന്നത്? അടുത്ത ചോദ്യം, യൂക്കലിൻ്റെ പിതാവ് ആരാണ്? അടുത്ത ചോദ്യം, ആരാണ് രാജഗ്രഹത്തെയും ജനത്തിൻ്റെ വീടുകളെയും തീ വെച്ച് ചുട്ടത്? അടുത്ത ചോദ്യം, ജനത്തിൽ ഒന്നുമില്ലാത്ത എളിയവർക്ക് നെബൂസറദാൻ എന്തൊക്കെയാണ് കൊടുത്തത്? അടുത്ത ചോദ്യം, ആർക്കാണ് ജനത്തിൻ്റെ ഇടയിൽ വരത്തുപോക്ക് ഉണ്ടായിരുന്നത്? അടുത്ത ചോദ്യം, രാജാവ് ആരുടെ കത്തി കൊണ്ടാണ് ചുരുൾ കണ്ടിച്ചത്? അടുത്ത ചോദ്യം, ആരാണ് അമ്മോന്യരുടെ രാജാവ്? അടുത്ത ചോദ്യം, ശേഖോ, ശീലോവ്, ശമര്യ ഇവിടെ നിന്ന് വന്ന 80 പുരുഷന്മാരെ കരഞ്ഞും കൊണ്ട് എതിരേറ്റത് ആരാണ്? അടുത്ത ചോദ്യം, രേഖാബ്യഗ്രഹം ജീവപര്യന്തം എവിടെയാണ് പാർക്കേണ്ടത്? അടുത്ത ചോദ്യം, യഹോവയുടെ മുൻപാകെ നിൽപ്പാൻ ആർക്കാണ് ഒരു പുരുഷൻ ഒരിക്കലും ഇല്ലാതെ വരികയില്ല എന്ന് അരുളി ചെയ്തത്? അടുത്ത ചോദ്യം, കുന്യാവിന് പകരം രാജാവായത് ആരാണ്? അടുത്ത ചോദ്യം, യെരൂശലേമിനെ നിരോധിച്ച് പാർത്തത് ആരാണ്? അടുത്ത ചോദ്യം, സിദെക്കിയ രാജാവ് യിരെമ്യാവിന് ദിവസം പ്രതി എത്ര അപ്പം കൊടുക്കാനാണ് കൽപ്പിച്ചത്? അടുത്ത ചോദ്യം, കൽദയർ എന്നെ അവരുടെ പക്ഷം ചേർന്നിരിക്കുന്ന യഹൂദന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കുകയും അവർ എന്നെ അപമാനിക്കുകയും ചെയ്യുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ആരുടെ വാക്കുകളാണിത്? അടുത്ത ചോദ്യം, കാരേഹിന്റെ മകൻ ആരാണ്? അടുത്ത ചോദ്യം, യാത്രക്കാർക്ക് താൽക്കാലികമായി തങ്ങാനുള്ള ഒരു കെട്ടിടം, അതിന് പറയുന്ന പേര് എന്താണ്? ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ദൈവവചന പഠനത്തിന് ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും സപ്പോർട്ട് വീണ്ടും ഉണ്ടാകണം.